എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോഴും ഡോക്ടർ വേഗ് ഓഫ് പങ്ങിനെ തന്നെയായിരിക്കും കാണിക്കുക. ആളാണെങ്കിൽ ഹായ് ആയിട്ട് കോഫിയൊക്കെ നക്കി നക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും സ്റ്റെല്ല പറയാ, സമയം അവസാനിച്ചു, എത്രയും വേഗം കാസ്റ്റ് അത് ആരംഭിക്കണം, സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഡോക്ടർ ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഇനി അധികം നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സത്യത്തിൽ ഞാൻ എവിടെ വെച്ചാണ് നിർത്തിയെന്ന് ചോദിക്കും. അതിന് സ്റ്റെല്ല ആണെങ്കിൽ ദേഷ്യപ്പെടും, നിർത്താനായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടില്ല ഇതുവരെ, വേഗം തുടങ്ങ്. അത് കേട്ട ആളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ആ ഒരു എൽഡർ മാർക്കസിനെ കാണിക്കും. ആളാണെങ്കിൽ എന്തോ ഒന്ന് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വേഗ് ഓഫ് പങ്ങിന്റെ ആ പകുതി ബ്രെയിൻ അതാൾ കട്ട് ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ പകുതി ബ്രെയിനുമായിട്ടാണ് വേഗ് ഓഫ് പങ്ക് ജീവിച്ചത്. ബാക്കിയുള്ള പകുതി ബ്രെയിൻ അതിവിടെ സേഫ് ആയിട്ടുണ്ട്. അതിലുള്ള ഒരുപാട് ഡാറ്റാസും മിസ്സായി പോയിട്ടില്ല. താൻ മരിച്ചാലും തന്റെ ബ്രെയിനിലൂടെ ഒരുപാട് കാര്യങ്ങൾ, തന്റെ കണ്ടുപിടുത്തങ്ങൾ എല്ലാം തന്നെ ലോകത്തിന് കിട്ടണം, അത് ആർക്കും നഷ്ടമായി പോകാൻ പാടില്ല എന്ന് ഡോക്ടർ വേഗ് ഓഫ് പങ്ക് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു ബ്രെയിനെയാണ് പങ്ക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓ നോ, നീ മരിച്ചതിന് യാതൊരു വാല്യൂ ഇല്ലാതായിപ്പോയി, നീ ഇപ്പോഴും നിന്റെ ബ്രെയിനിലൂടെ ജീവിച്ചിരിക്കുകയാണല്ലേ. കട്ട് ചെയ്ത ഇവിടെ ഡോക്ടറിന്റെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ എല്ലാവരെയും അഡ്രസ് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിനുണ്ടായിരുന്ന വലിയ സെപ്പറേഷൻസ് അതെല്ലാം തന്നെ ഇല്ലാതായി ഈ ലോകം ഒന്നായി തീരും. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ മറ്റു ചിലർക്ക് വലിയ വലിയ ദോഷങ്ങൾ ഉണ്ടാവും. സോ ഇത് ശരിക്കും കോയിന്റെ രണ്ട് പാർട്ട് പോലെയാണ്. എനിക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എൻ്റെ മരണത്തിലൂടെ അറിയാനായിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ എന്നിലൂടെ അറിയാൻ പോകുന്നത്. കട്ട് ചെയ്ത ഇവിടെ മാർക്കസ് ആണെങ്കിൽ ഇപ്പം ആ ഒരു സ്നെയില് അതങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കണ്ട് അതിന്റെ പിന്നാലെ പോവും. അതേസമയം ഇവിടെ ഉസോപ്പിന്റെ വില്ലേജ് കാണിക്കും. ഉസോപ്പിനോടൊപ്പം അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആ 3 കുട്ടികൾ അവരാണെങ്കിൽ ഇപ്പൊ കയയുടെ മാൻഷനിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഡോക്ടർ വേഗ് ഓഫ് പങ്ങിന്റെ ആ ബ്രോഡ്കാസ്റ്റിനെ കുറിച്ച് അവരും അറിഞ്ഞു. ഇവിടെ ആ ഒരു വില്ലേജിൽ കയയുടെ കയ്യിൽ മാത്രമാണ് ട്രാൻസ്പോർട്ടർ സ്നെയിൽ ഉള്ളത്. സോ അതിലൂടെ ഡോക്ടർ വേഗ് ഓഫ് പങ്ങിന്റെ ഫേസ് അതൊരു തവണയെങ്കിലും കാണണമെന്നാണ് അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം കേട്ട് കയയും കയയുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും അവിടേക്ക് വരും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ആ 3 കുട്ടികളോട് പറയും അതൊരു വലിയ സ്നെയിലാണ്, അതിൽ അദ്ദേഹത്തിന്റെ ഫുൾ സൈസ് വീഡിയോ ഒക്കെ കാണാനായിട്ട് കഴിയും. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ കയ്യിൽ അത്തരം ഒന്നുമില്ല. പക്ഷെ കയ പറയും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ളത് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടർ സ്നെയിൽ മാത്രമാണ്. പക്ഷെ കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ ഓഡിയോ എങ്കിലും കേൾക്കാൻ പാകമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സ്നെയിൽ അതിവിടേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം. അത് കേട്ടിപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. അവരാണെങ്കിൽ ഡോക്ടർ വേഗ് ഓഫ് പങ്ങിന്റെ കാര്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, മെഡിക്കൽ രംഗത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടും അദ്ദേഹത്തിന്റെ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ആണ് എല്ലാ ഭാഗത്തും എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ശരിക്കും ഒരു ജീനിയസ് ആണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ വേഗ് ഓഫ് പങ്ങിന്റെ ആ ഒരു ഐലാൻഡ് അതങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേവിക്കാരെല്ലാവരും പാനിക്കായി ഓരോ ഭാഗത്തേക്ക് മാറും. അപ്പോ വേഗ് ഓഫ് പങ്ങിന്റെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് ഏതൊക്കെ ഭാഗത്ത് ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് കാണിക്കും. ആദ്യമായിട്ട് ആ ട്വിൻ കാസ്റ്റ്, അതിനുശേഷം ഡോക്ടർ വേഗ് ഓഫ് പങ്ങിന്റെ ആ ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ വലിയൊരു സ്നെയിലില് അവർ അദ്ദേഹത്തിന്റെ കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരുടെ നാടിന് പോലും അദ്ദേഹം ഒരു അഭിമാനമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഐലാൻഡിലേക്ക് വന്നിട്ടില്ല. അവർക്കാർക്കും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത ഇപ്പൊ ബേർഡി ഐലാൻഡ് കാണിക്കും. ആക്ച്വലി ഈ ഒരു ഐലാൻഡിലാണ് ചോപ്പർ വന്ന് ട്രെയിനിങ് എടുത്തത്. അവിടെയുള്ള ട്രൈബൽസ് പോലും ഇപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയിലൂടെ ബ്രോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത പൈററ്റ് ഐലാൻഡ് കാണിക്കും. അവിടെയുള്ളവരും ആ ബ്രോഡ്കാസ്റ്റ് കേൾക്കും. അവിടെയുള്ളവരാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഹായ് ആയിട്ടായിരിക്കും അത് കാണുക. അങ്ങനെ ഓരോരോ ഐലാൻഡുകളിലും ഇപ്പൊ ആ ഒരു ഇൻഫർമേഷൻ അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മാർക്കസിനെ കാണിക്കും. അവനാണെങ്കിൽ ആ ചെറിയ ട്രാൻസ്പോർട്ടർ സ്നെയിലിന്റെ അടുത്ത് വരും. ഇനി ആരും അത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് മാർക്കസ് ആണെങ്കിൽ അത് ചവിട്ടി പൊട്ടിക്കുകയാണ്. പക്ഷെ അപ്പോഴും ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് സ്റ്റോപ്പ് ആയിട്ടില്ല. അവൻ തിരിച്ചറിയും അത് വെറും ഒരു നോർമൽ ട്രാൻസ്പോർട്ടർ സ്നെയിലാണ്. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ എവിടെയോ അല്ല. ആള് വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ മറ്റെവിടെയോ ആണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ട്രോള് പോയ എൽഡർ ആണെങ്കിൽ വീണ്ടും ബേർഡിന്റെ രൂപത്തിലേക്ക് മാറി ആ ഒരു ഐലാൻഡ് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ സ്ഥലത്ത് ഇപ്പൊ പന്നി എൽഡർ ആളാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം വിളിച്ചു പറയും, എൽഡർ മാർക്കസ്, നീ ഇതുവരെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സ്നെയിൽ കണ്ടുപിടിച്ചിട്ടില്ലേ? എത്രയും വേഗം അത് കണ്ടുപിടിച്ച് തകർത്ത് കള, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും. ഒരു എൽഡറിന് പിന്നാലെ ബാക്കിയുള്ള എൽഡേഴ്സ് എല്ലാവരും ശബ്ദം ഉയർത്തുകയാണ്. എത്രയും വേഗം അത് കണ്ടെത്തി സ്റ്റോപ്പ് ചെയ്യും. ഇത്രയും നേരവും അവർക്ക് സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ
നാളും മറച്ചു വെക്കപ്പെട്ട ആ രഹസ്യം അത് ലോകമെമ്പാടും അറിയും. ചില എൽഡേഴ്സിനും എന്താണ് ഡോക്ടർ വേഗോഫ് പങ്ക് പറയാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. യോർക്കിനോട് ചോദിച്ചപ്പോൾ അവർക്കറിയാൻ കഴിഞ്ഞത് ഐലാൻഡ് അത് നശിപ്പിച്ചതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അറിയാവുന്നത് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിനെ ഉയർത്തിയെടുത്ത് ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പോഴായിരിക്കും ജ്വല്ലറി ബോണി അവള് ഹെൽപ്പിനായിട്ട് കേഴുന്നതായിട്ട് ഫീൽ ചെയ്യുക. അവൻ ആ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് ഓടും. കട്ട് ചെയ്ത ജ്വല്ലറി ബോണി അവളാണെങ്കിൽ അവളുടെ പപ്പയെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ എൽഡർ പറയും, നിന്റെ പപ്പ പൂമ ആള് നേവിയുടെ വെറും ഒരു ടൂള് മാത്രമാണ്, ഒരു കാരണവശാലും അദ്ദേഹത്തെ വിട്ടു തരില്ല. എൽഡർ ആണെങ്കിൽ കത്തിയെടുത്ത് ബോണി ആഞ്ഞു വെട്ടാൻ ശ്രമിക്കും. ഉടനെ ഫ്രാങ്കി ആണെങ്കിൽ മുമ്പിലേക്ക് കയറി നിൽക്കും. പക്ഷെ അവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോ തീ പറക്കുന്ന കാലുകളുമായി സാഞ്ചി അവൻ അവിടേക്ക് വന്ന ആ എൽഡറിനെ ആഞ്ഞു ചവിട്ടും. സാഞ്ചി ആണെങ്കിൽ ആളെ കിക്ക് ചെയ്ത് അങ്ങനെ തെറിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞെട്ടും. എൽഡർ ആണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു അറ്റാക്കിൽ പെട്ടുപോയി അങ്ങനെ തെറിച്ചു പോകും. വായിലൂടെ ചോര തുളുമ്പി ആളങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. കാരണം ആ എൽഡർ സാഞ്ചിയെ കഴിഞ്ഞ് സൈസ് ഉള്ളതും അതുപോലെ തന്നെ പവർഫുള്ളും ആയ ആളാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോ നമ്മുടെ സാഞ്ചി ചവിട്ട് തെറിപ്പിച്ചത്. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ എൽഡറിന്റെ ബോഡിയിൽ നിന്ന് ആ മോൺസ്റ്റർ ഹോഴ്സ് അത് പുറത്തേക്ക് വന്ന് ഇപ്പൊ സാഞ്ചിയെ ആഞ്ഞു കടിക്കും. അവന്റെ കയ്യിലുണ്ടായിരുന്ന വേഗോഫ് പങ്ക് താഴേക്ക് പോകും. പക്ഷെ അദ്ദേഹത്തെ ബാക്കിയുള്ളവർ സേഫായി പിടിക്കും. സാഞ്ചി ആണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ആ ഒരു കുതിരയാണെങ്കിൽ സാഞ്ചിയെ കടിച്ചു വലിച്ച് മുൻപോട്ടേക്ക് ഓടും. അത് കണ്ട് രണ്ട് ജയൻസ് ആണെങ്കിൽ ആ കുതിരയെ ഹോൾഡ് ചെയ്യും. പക്ഷെ അവറ്റകളാണെങ്കിൽ കുതിര ഓടാനായിട്ട് ശ്രമിക്കുകയാണ്. ജ്വല്ലറി ബോണി ആണെങ്കിൽ ബോഡി സൈസ് അത് വലുതാക്കി ഇപ്പൊ ആ എൽഡറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം എൽഡർ ആണെങ്കിൽ ബാക്ക് ടു ഹ്യൂമൻ ആയി മാറി ഇപ്പൊ ജ്വല്ലറി ബോണിയെ അറ്റാക്ക് ചെയ്യും. ജ്വല്ലറി ബോണി ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൾ വീണ്ടും ആ എൽഡറിനെ ചവിട്ടാനായിട്ട് ഒരുങ്ങുകയാണ്. എങ്ങനെയെങ്കിലും ആളെ ചവിട്ടി ചെറിയ സൈസാക്കി മാറ്റണം. ഇതാ ഇപ്പൊ ഓരോരോ ഐലാൻഡിലും ആ ഒരു ബ്രോഡ്കാസ്റ്റ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ബ്രോഡ്കാസ്റ്റിൽ പറയും, ഈ ഒരു ബ്രോഡ്കാസ്റ്റ് അത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു എന്നാണ് അതിനർത്ഥം. എൻ്റെ മരണത്തിന് ശേഷം മാത്രമേ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയൂ. അത് കേട്ട് ജനങ്ങൾ എല്ലാവരും ഷോക്കാവും. ഡോക്ടർ വേഗോഫ് പങ്ക് അദ്ദേഹം ഈ ലോകത്തിന് തന്നെ ഒരു ട്രഷറാണ്. അദ്ദേഹം മരിച്ചുവെന്ന് ആർക്കും തന്നെ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. മാത്രമല്ല ലൂഫിയൻ ടീമാണ് ഡോക്ടർ വേഗോഫ് പങ്കിനെ ഹോസ്റ്റേജ് ആക്കി വെച്ചിരിക്കുന്നതെന്നാണ് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാര് ലൂഫിയൻ ടീമാണെന്നായിരിക്കും ഇപ്പൊ ജനങ്ങൾ കരുതുന്നത്. ന്യൂസ് പേപ്പർ മോർഗൻ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, എന്റെ ഹോട്ട് ന്യൂസ് ആണ് ഇയാൾ വേസ്റ്റ് ആക്കുന്നത്. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ എല്ലാവരോടും പറയും, എന്നെ കൊന്ന ആൾക്കാർ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറയാനായിട്ട് കഴിയില്ല. എനിക്ക് പറയാനുള്ളത് അത് മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കട്ട് ചെയ്ത നാമിയെ കാണിക്കും. നാമിയാണെങ്കിൽ ആ എൽഡറിന് മുൻപിൽ പെട്ടുകിടക്കുകയാണ്. എൽഡർ ആണെങ്കിൽ നിക്കോ റോബിനെ കണ്ട് ഷോക്ക് ആവുകയാണ്. കാരണം വോഹാറ ഐലാൻഡ് അത് നശിപ്പിച്ചതിന് ശേഷം റോബിനെ നശിപ്പിക്കാനായിട്ടാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ അവൾ ഇതുവരെ അതായിട്ടില്ല. ഇപ്പോഴും അവൾ ജീവനോട് കൂടെ സ്ട്രോഹാ ടീമിന്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ആ എൽഡറിനാണെങ്കിൽ വലിയൊരു ഷോക്കായി തീരും. എൽഡർ ആണെങ്കിൽ ഫുൾ കലിപ്പില് അക്കൈനോ അവൻ രക്ഷിച്ച ആ റോബിൻ എന്ന പേരുള്ള പെൺകുട്ടി നീയല്ലേ ആ വോഹാർ ഐലാൻഡിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പെൺകുട്ടി ആണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവൾ പകച്ചു നിൽക്കുന്ന ആ സമയം ആ എൽഡർ ആണെങ്കിൽ അവന്റെ ഓരോരോ കൈകൾ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതെല്ലാം തടഞ്ഞ് അവളെ പ്രൊട്ടക്ട് ചെയ്യും. മറ്റുള്ള എൽഡേഴ്സ് എല്ലാവരും ആ ഒരു സ്നെയിൽ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. യോർക്കാണെങ്കിൽ താൻ സെലസ്റ്റിയൽ ഡ്രാഗൺ ആവണമെന്ന് പറഞ്ഞ് ഇപ്പോ സ്നെയിൽ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ച പണി 18 ശ്രമിക്കും. അതേസമയം ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ഇപ്പോഴും മാറ്ററിലേക്ക് വന്നിട്ടില്ല. ഇവിടെ ആ ബേർഡ് മോൺസ്റ്റർ ആണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് അവിടെ മുഴുവൻ സെൻസ് ചെയ്യുകയാണ്. അപ്പോഴാണെങ്കിൽ ലാബിൽ നിന്ന് ഒരുപാട് ട്രാൻസ്പോർട്ടർ സ്നെയിലിൻ്റെ വേവ്സ് ആൾക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യാതൊരു വേവ്സും ആൾക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. ആ ഒരു പവർ പ്ലാന്റ് അത് മുഴുവനായിട്ട് നശിപ്പിച്ചാലോ എന്ന് ഇപ്പോൾ ആ ഒരു ബേർഡ് മോൺസ്റ്റർ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചാൽ ആ ഒരു മദർ ഫ്ലെയിം അതില്ലാതായി തീരും. ചുറ്റുമുള്ള നേവിക്കാരെ കുറിച്ചോ ആളുടെ തന്നെ ബാക്കിയുള്ള എൽഡേഴ്സിനെ കുറിച്ചോ ആൾക്ക് യാതൊരു കൺസിഡറേഷനും ഇല്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു മദർ ഫ്ലെയിം ഇതിനൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. സോ പവർ പ്ലാന്റ് നശിപ്പിച്ചു കളഞ്ഞാൽ അതിന് അപകടം സംഭവിക്കും. ആ എൽഡർ ആണെങ്കിൽ കാര്യങ്ങൾ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ സമയം ഇവിടെ ഡോക്ടർ വേഗോഫ് പങ്ക് ആളാണെങ്കിൽ വലിയൊരു ടെസ്റ്റ് കൊടുക്കുകയാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സമ്മറി. അത് മറ്റൊന്നുമല്ല, ഈ ലോകത്തെ കടൽ വിഴുങ്ങാൻ പോവാണ്. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടും. ഇവിടെ എൽഡേഴ്സ് ആണെങ്കിൽ ആ കാര്യം കേട്ട് ഷോക്ക് ആവുകയാണ്. അവരാണെങ്കിൽ ഇപ്പോ ഡോക്ടർ വേഗോഫ് പങ്കിനെ മനസ്സിൽ ശപിക്കും. അദ്ദേഹത്തെ കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് പോലും ഒരു സെക്കൻഡ് അവർ ചിന്തിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.